നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ ഒരു 3D ബട്ടർഫ്ലൈ ഹെയർ ബോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുള്ള ഫോം ഷീറ്റാണ്. പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു സ്റ്റെൻസിലും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം. അല്ലാത്തവർക്ക് നമുക്ക് പ്രിൻ്റൊക്കെ എടുത്തിട്ടൊക്കെ സ്റ്റെൻസിൽ എടുത്ത് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഫോം ഷീറ്റ് എപ്പോഴും നമ്മൾ ഫോം ഷീറ്റിൽ നിന്ന് ഒരു പിക്ചർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളത് തിരിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് ഫോം ഷീറ്റിൻ്റെ ഗ്ലിറ്ററുള്ള ഭാഗം അടിയിലൊരു A4 ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കമിഴ്ത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറകിൽ വേണം നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കാൻ. നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരച്ചിട്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ബട്ടർഫ്ലൈയുടെ ഒക്കെ പിക്ചേഴ്സ്, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ സ്റ്റെൻസിലായി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വലുത് വേണമെങ്കിൽ വലുതായിട്ട് എടുക്കാം, ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും നമ്മളൊരു ഫോം ഷീറ്റോ അല്ലെങ്കിൽ A4 എന്തെങ്കിലും നമ്മളൊരു സാധനം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ബാക്കിയുള്ള ഭാഗം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാകുമ്പോൾ. അപ്പം നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ചിലപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ അത്ര യൂസ് ആവില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ഒരു ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 3D എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ബട്ടർഫ്ലൈയും കൂടെ ആവശ്യമുണ്ട്. അപ്പം നമ്മളിനി ഒരു ബട്ടർഫ്ലൈനെ കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ വേറൊരു കളറിലാണ്, അതായത് വൈറ്റ് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തത്. ഇത് ഞാൻ A4 ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇത് സെയിം മറ്റേ ബട്ടർഫ്ലൈയുടെ അതേ വലുപ്പം തന്നെയുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ചെറുത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആ വലുപ്പത്തിൽ തന്നെയുള്ളതാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടാണ് വെക്കുന്നത്. അപ്പം നമ്മൾ ഈ രണ്ടാമത് കട്ട് എടുത്തിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ സെൻറ്ററിൽ നമ്മൾ പിടിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ആ സെൻറ്റർ പോർഷനൊന്ന് ഉള്ളിലേക്ക് പിടിച്ചിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് അവിടെ ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഒരു ഹെയർ ബോ എടുക്കുക. ഈ ഹെയർ ബോ നമുക്ക് അങ്ങനെ പ്ലെയിനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പ്ലെയിനായിട്ടും യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ മേലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടോ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ട് അത് കവർ ചെയ്യുന്നുണ്ട്. സാറ്റിൻ റിബൺ വെച്ചിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അത് പല സ്റ്റൈലിലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ബ്ലാക്ക് കളറ് വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലും ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹെയർ ബോയുടെ കളർ പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ മാക്സിമം കവർ ചെയ്തിട്ട് തന്നെ നമ്മളിത് ചുറ്റിയെടുക്കണം. നല്ല ഭംഗിയുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്തും വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്ത് ഹോട്ട് ഗ്ലൂ വെച്ച് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അത് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹെയർ ബോ കവർ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വൂളൻ ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ നമ്മൾ അടുപ്പിച്ച് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വൂളൻ ത്രെഡ് അല്ലേ കുറച്ചൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കത്രി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബട്ടർഫ്ലൈനെ ഒട്ടിക്കണം. ആദ്യം നമ്മൾ ആ മുകളിൽ വെച്ചിട്ടുള്ള വൈറ്റ് കളർ ബട്ടർഫ്ലൈനെ നമ്മളൊന്ന് മടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ആ മടക്കിയ ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫാബ്രിക് ഗ്ലൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ കറക്റ്റായിട്ട് അത് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ റെഡ് കളറ് ബട്ടർഫ്ലൈയില്ലേ അതിൻ്റെ സെൻറ്ററിൽ ഈ വൈറ്റ് കളറ് ബട്ടർഫ്ലൈനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം.
റെഡ് കളറിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് ഹോട്ട് ഗ്ലൂ ആക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ വൈറ്റ് കളറ് ബട്ടർഫ്ലൈനെ അതിൻ്റെ മുകളിൽ നന്നായി പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നമ്മുടെ ഹെയർ ബോയിൽ പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് എവിടെയാണ് അത് വേണ്ടത് എന്നൊക്കെ നമ്മൾ ഹെയർ ബോ വെച്ചിട്ട് നമ്മൾ നോക്കുക ഏത് സ്ഥലത്താണ് അത് വേണ്ടതെന്നൊക്കെ ഉള്ളത്. അതിന് ശേഷം നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ടാക്കി ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഹോട്ട് ഗ്ലൂവും യൂസ് ചെയ്യാം. അപ്പോൾ ടാക്കി ടൈപ്പ് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഗ്ലൂ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ട് ആ മേലെ ഉള്ള ഭാഗം ഇങ്ങനെ പീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗമ്മായിട്ട് തന്നെ നിൽക്കും. ഈ ഡബിൾ സൈഡ് ടൈപ്പ് പോലെ തന്നെ ഉള്ളൊരു ടൈപ്പാണ്, പക്ഷെ കുറച്ചുകൂടെ നൈസാണ്. ഇത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ ചെയ്യാട്ടോ. ടാക്കി ടൈപ്പ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് സൈസ് സ്ഥലം നോക്കി നമുക്ക് ഈ ടാക്കി ടൈപ്പ് ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അത് പീൽ ചെയ്ത് കളയുക. എന്നിട്ട് ഇത് ഹെയർ ബോയുടെ മേലെ എവിടെയാണോ വേണ്ടത് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നല്ല ഒട്ടിച്ചാൽ നന്നായിട്ട് അവിടെ നിൽക്കും. ഇനി അഥവാ ഇളകി പോരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്കിൽ ഹെയർ ബോയുടെ ബാക്കിൽ ഒരു കഷ്ണം ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊക്കെ നമുക്ക് ഒന്നുകൂടെ കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. കുട്ടികളല്ലേ ചിലപ്പോൾ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലോ. അപ്പോൾ ഇനി ഇതിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു 4-5 വൈറ്റ് സ്റ്റോൺസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഹെയർ ബോ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിന് അനുസരിച്ചുള്ള കളറിലൊക്കെ നമുക്ക് ആ വൂളൻ ത്രെഡ് ചുറ്റിയെടുക്കാം. അതേപോലെ ഈ ബട്ടർഫ്ലൈസ് ആണെങ്കിലും ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളറിലൊക്കെ കട്ട് ചെയ്തെടുക്കുക, ഫോം ഷീറ്റ് അതൊക്കെ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് റെഡ് കളർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ടാക്കി ടേപ്പ് തന്നെയാണ് ഒട്ടിച്ചിട്ട് ഞാനതിൻ്റെ സെൻറ്ററിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയും ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഹെയർ ബോ, ഒരു 3D ഇഫക്റ്റുള്ള ബട്ടർഫ്ലൈയുടെ ഒരു ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വിചാരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണ്.